ഹായ് ഫ്രണ്ട്സ്, അഗ്രോ ഫാമിൻ കേരളയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വളരെ ഫലപ്രദമായ ഒരു ഹെയർ ഓയിലാണ് പരിചയപ്പെടുത്തുന്നത്. സാധാരണയായി മുടി കൊഴിച്ചിൽ അധികമായി ഉണ്ടാകുമ്പോൾ നമ്മൾ എന്താണ് ചെയ്യാറ്? മാർക്കറ്റിൽ പോയി വില കൂടിയ എണ്ണകളൊക്കെ മേടിച്ച് ഉപയോഗിക്കും അല്ലേ? അതുപോലെ ഷാമ്പുകൾ ഉപയോഗിക്കും, സെറം മേടിച്ച് ഉപയോഗിക്കും. ഇതിന്നൊക്കെ നമുക്ക് എന്താണ് ഉണ്ടാകുന്നതെന്നറിയോ? മുടി കൊഴിച്ചിൽ മാറുകയുമില്ല, എന്നാൽ ശക്തമായിട്ട് മുടി കൊഴിയുകയും ചെയ്യും. അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ നമുക്കൊരു വഴിയേ ഉള്ളൂ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ എണ്ണ ഉണ്ടാക്കി ഉപയോഗിക്കുക. അപ്പോൾ അതിന് സുഗന്ധങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും നാച്ചുറലായിട്ടുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ടാകാൻ സഹായിക്കും. ഞാൻ ഇന്നിവിടെ വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഒരു എണ്ണ ഉണ്ടാക്കുന്നത്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോകൾ ഇനിയും നിങ്ങൾക്ക് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക. എല്ലാവരും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇപ്പോൾ മുടി കൊഴിച്ചിലില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? സ്ത്രീകൾക്ക് മാത്രമല്ല, പുരുഷന്മാർക്കും ഇപ്പോൾ നല്ല രീതിയിൽ മുടി കൊഴിച്ചിൽ ഉണ്ടാകാറുണ്ട്. ഇതൊക്കെ എന്തുകൊണ്ടാണെന്ന് എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? മാറി വരുന്ന കാലാവസ്ഥയും പൊല്യൂഷനും അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിലുണ്ടാകുന്ന വ്യത്യാസങ്ങളും ഒക്കെ നമ്മുടെ മുടി കൊഴിച്ചിലിനെ കാര്യമായി തന്നെ ബാധിക്കാറുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഫ്ലാക്സീഡ് ഉപയോഗിച്ചാണ് എണ്ണ ഉണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് കടുകും ചേർത്ത് കൊടുക്കാം. കടുകും മുടി കൊഴിയുന്നതിനും താരൻ ഇല്ലാതാക്കുന്നതിനും വളരെ ഉപകാരപ്രദമായ ഒരു വസ്തുവാണ്. ആദ്യമായി നമുക്ക് കടുകും ഫ്ലാക്സീഡും കൂടി പൊടിച്ച് മാറ്റിവെക്കാം. ആദ്യമായിട്ട് ഫ്ലാക്സീഡും കടുകും എടുത്ത് പൊടിച്ച് വയ്ക്കണം. അതിനുശേഷം ഞാനിവിടെ എള്ളെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ഇത് ആവണക്കെണ്ണയും ഉപയോഗിക്കാം, അതുപോലെ ഒലീവ് ഓയിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം. എന്താണ് നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ട് കിട്ടുന്നത്, അവൈലബിളായിട്ട് എന്താണോ നിങ്ങൾക്ക് കിട്ടുന്നത് ആ എണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതിനുശേഷം ഈ കടുകും ഫ്ലാക്സീഡും കൂടി ഈ എണ്ണയിൽ ഒഴിച്ചിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിലാണ് ഇത് ചൂടാക്കേണ്ടത്. അതറിയാലോ നിങ്ങൾക്ക്. ഒരു പാത്രം എടുത്ത് കുറച്ച് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ചിട്ട് അതിൽ ഈ എണ്ണ ഒരു ചെറിയ പാത്രത്തിലാക്കി ഈ വെള്ളത്തിൽ ഇറക്കി വയ്ക്കുക. അതിനുശേഷം ഇത് വെള്ളം തിളയ്ക്കുമ്പോഴേക്കും എണ്ണ ചൂടായി വരും. ഒത്തിരി നമുക്ക് ഡയറക്റ്റായിട്ട് എണ്ണ ചൂടാക്കി എടുക്കേണ്ട കാര്യമില്ല. ഇത് നന്നായിട്ട് ഡബിൾ ബോയിൽ ചെയ്ത് നല്ല ചൂടായി വരുമ്പോഴേക്കും ഇത് മാറ്റി വയ്ക്കണം. ഞാനിവിടെ ഉപയോഗിക്കുന്നത് എങ്ങനെയെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി ഇതുപോലെ എണ്ണക്കൂട്ടുണ്ടാക്കി ഞാൻ മാറ്റി വയ്ക്കും. എന്നിട്ട് രാവിലെയാണ് അത് യൂസ് ചെയ്യുന്നത്. അപ്പോഴേക്കും ഈ എണ്ണയിൽ ഈ ഫ്ലാക്സീഡിൻ്റെയും കടുകിൻ്റെയും എല്ലാ സത്തുക്കളും നന്നായിട്ട് ഒബ്സോർവ് ചെയ്ത് നല്ല ജെല്ല് പരുവത്തിലിരിക്കും. അതെടുത്ത് തലയോട്ടിയിൽ ഇങ്ങനെ മസാജ് ചെയ്ത് തേച്ച് പിടിപ്പിച്ച് അരമണിക്കൂറോളം വച്ചിരിക്കണം. അതാണ് ഏറ്റവും നല്ല മെത്തേഡ്. ഈ എണ്ണക്കൂട്ട് നമുക്ക് പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും വളരെ ഉപകാരപ്രദമാണ്. കുഞ്ഞുങ്ങൾക്ക് തന്നെ ചെറുപ്പത്തിലെ ഈ മുടി കൊഴിച്ചിൽ അല്ലെങ്കിൽ മുടി വളരാതിരിക്കുന്നൊരവസ്ഥ ഇതൊക്കെ ഉണ്ടാവാറുണ്ട്. ഇവിടെ എൻ്റെ മോൾക്കും അത് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ ഒരുപാട് പരിഹാരമായത് എൻ്റെ ഈ എണ്ണക്കൂട്ട് തന്നെയാണെന്ന് പറയാം. അതുകൊണ്ട് നമുക്ക് പേടിയൊന്നും ഇല്ലാണ്ട് തന്നെ കുഞ്ഞുങ്ങൾക്കും ഇത് ഉപയോഗിക്കാം. പിന്നെ ഇത് നീർത്താഴ്ചയൊന്നും വലിയ രീതിയിൽ ഉണ്ടാക്കുന്നൊരു എണ്ണയല്ല.
കാരണം നമ്മൾ രാവിലെ ഇത് എടുക്കുമ്പോൾ ഇതൊരു ജെല്ല് ടൈപ്പിലാണ് ഇരിക്കുന്നത്. നമുക്ക് അരമണിക്കൂറൊക്കെ ഇത് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് നല്ല വിരലുകൾ കൊണ്ട് മസാജ് ചെയ്തതിന് ശേഷം നമുക്കിത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് 1 മണിക്കൂറൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അരമണിക്കൂർ കഴിഞ്ഞ് ഷാമ്പു കൊണ്ട് കഴുകി കളയാവുന്നതാണ്. അത് ആയുർവേദിക്കായിട്ടുള്ള ഷാമ്പാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മുടെ താളിയോ എന്തെങ്കിലും യൂസ് ചെയ്താലും മതി. അതാണ് ഏറ്റവും നല്ലത്. ഒരുപാട് വീര്യമുള്ള ഷാമ്പൊന്നും ഇതിന് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത്. എങ്ങനെയാണ് ഈ എണ്ണ തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുന്നതെന്ന് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതേ രീതിയിലാണ് നിങ്ങൾ മുടിയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് ഒരു 10-15 മിനിറ്റോളം തലയിൽ ഇങ്ങനെ വിരലുകൾ കൊണ്ട് നന്നായിട്ട് മസാജ് ചെയ്യണം. അതിനുശേഷം ഈ മുടിയെല്ലാം കൂടി വാരി പിടിച്ച് നെറുകയിൽ കെട്ടിവെക്കണം. അന്നേരം 1 മണിക്കൂറെങ്കിലും ഇതിങ്ങനെ വച്ചിരിക്കണം. അന്നേരം മുടിയിലെല്ലാം ഈ എണ്ണ നന്നായിട്ട് തലയോട്ടിയിലെല്ലാം നന്നായിട്ട് അബ്സോർവ് ചെയ്ത് ഒരു നല്ല കണ്ടീഷനിൽ എത്തിയിരിക്കും. അതിനുശേഷം വീര്യം കുറഞ്ഞ ഷാമ്പോ അല്ലെങ്കിൽ നാച്ചുറലായിട്ടുള്ള താളിയില്ലയോ, നമ്മൾ താളിയൊക്കെ യൂസ് ചെയ്യില്ലേ, ചെമ്പരത്തി താളിയോ അതുപോലുള്ള ഏതെങ്കിലും താളി ഉപയോഗിച്ച് കഴുകി കളയുന്നതാണ് നല്ലത്. മുരിങ്ങയിലയും നല്ലതാണ്. ഈ മുടി വാഷ് ചെയ്ത് കളയാൻ വേണ്ടി ഏറ്റവും നല്ലത് മുരിങ്ങയിലയാണ്. മുരിങ്ങയിലയിലും ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സൗകര്യപ്രദമായിട്ടുള്ള രീതിയിൽ മുടി വാഷ് ചെയ്ത് കളയാവുന്നതാണ്. അത് അപ്പോഴേക്കും തന്നെ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ യൂസ് ചെയ്താൽ മതി. അല്ലാതെ ബുദ്ധിമുട്ടുള്ളവർക്ക് ആഴ്ചയിൽ 1 പ്രാവശ്യമെങ്കിലും ഇത് യൂസ് ചെയ്യണം. ഡബിൾ ബോയിൽ മെത്തേഡും ഏറ്റവും നല്ലതാണ്. ചെറിയ ചൂടോടുകൂടി എണ്ണ തലയോട്ടിയിൽ മസാജ് ചെയ്യുന്നത് ഏറ്റവും നല്ല രീതിയാണ്. മുടിക്ക് നല്ലൊരു കണ്ടീഷൻ കിട്ടാനും മുടി നല്ല ഹെൽത്തായിട്ട് വളരാനും സഹായിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് എണ്ണ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. എല്ലാവരും വീട്ടിലിത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എൻ്റെ അനുഭവം കൊണ്ട് പറയുന്നതാണ്. ഏറ്റവും നല്ല സൂപ്പർ മെത്തേഡാണിത്. നന്നായിട്ട് മുടി കൊഴിച്ചിൽ കുറയുകയും ചെയ്യും. അതുപോലെ തന്നെ പുതിയ രോമങ്ങൾ ഉണ്ടായി വരികയും ചെയ്യും. അതുമാത്രമല്ല, ഈ കടുകൊക്കെ ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്ക് നല്ല ഉറക്കം കിട്ടാനും തലയ്ക്ക് നല്ല കുളിർമ കിട്ടാനും ഇത് ഏറ്റവും നല്ലതാണ്. അതുകൊണ്ട് എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.